ഇനി ഡൽഹിയിലേക്കാണ്. മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇന്ന് തീരുമാനം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് BJP പാർലമെന്ററി ബോർഡ് യോഗം ചേരും. നാളെ രാവിലെയാണ് സത്യപ്രതിജ്ഞ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വിപുലമായ ഒരുക്കങ്ങളൊക്കെ സത്യപ്രതിജ്ഞയ്ക്കായി ഉണ്ട്. 27 വർഷത്തിന് ശേഷം BJP തലസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയോ? ഇന്നെന്തായാലും തീരുമാനമുണ്ടാകുമെന്ന് കരുതാമല്ലേ? അനുജ, ഡൽഹിയിൽ BJP 27 വർഷങ്ങൾക്ക് ശേഷം വലിയ വിജയം തന്നെ നേടിയെങ്കിലും 11 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. അതിന് 2 കാരണങ്ങൾ BJP സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ തുടർന്ന് പാർലമെന്ററി ബോർഡ് യോഗം ചേരാൻ കഴിയാതിരുന്നതാണ് ഇത് വൈകാൻ കാരണമായത് എന്നാണ് BJP വിശദീകരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം എന്നുള്ളത്, പല മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അത് ജാതി മത സമവാക്യങ്ങൾ, ഒപ്പം തന്നെ ദളിത് വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യം ഉറപ്പാക്കും. കൂടാതെ സ്ത്രീകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണോ എന്ന കാര്യം ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല പേരുകൾ പരിഗണിച്ച് 15 പേരുടെ ഒരു പട്ടികയാണ് ഈ പാർലമെന്ററി ബോർഡിന് മുന്നിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളിലൂടെ തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 12 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് മുഖ്യമന്ത്രിയുടെ പേരിന് ഒരു അന്തിമ അംഗീകാരം നൽകുക. അതിനുശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്ക് BJP സംസ്ഥാന ആസ്ഥാനത്ത് നിയുക്ത MLA-മാരുടെ യോഗം ചേർന്ന് ഈ യോഗത്തെ ഈ പാർലമെന്ററി ബോർഡ് തെരഞ്ഞെടുത്ത പേര് അറിയിക്കുകയും തുടർന്ന് ഈ യോഗത്തിന് ശേഷം വൈകിട്ട് 7 മണിയോടെയായിരിക്കും ഔപചാരികമായി ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുക എന്നാണ് നിലവിൽ BJP നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരുക്കങ്ങൾ ഈ നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പൂർത്തിയായിട്ടുണ്ട്. രാംലീല മൈതാനിയിൽ 30,000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ ഈ ചടങ്ങിനെത്തും. ഇതുകൂടാതെ BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 20ഓളം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോ ഉപമുഖ്യമന്ത്രിമാരോ ഈ ചടങ്ങിൽ പങ്കെടുക്കും. സിനിമ, കായിക മേഖലയിലെ താരങ്ങൾക്കും ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ഡൽഹിയിലെ തന്നെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകം അതിഥികളായി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുമാണ് BJP സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. അനുജ, ശരി. ഡൽഹി മുഖ്യമന്ത്രി ആര് എന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് BJP പാർലമെന്ററി ബോർഡ് യോഗം ചേരും. നാളെ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ.